അതുപോലെ ഇപ്പോൾ തൈറോയിഡ് ക്യാൻസറിൻ്റെ കാര്യം പറയും. തൈറോയിഡ് ക്യാൻസറിൻ്റെ ലക്ഷണം നേരത്തെ തിരിച്ചറിയാൻ പറ്റും? തൈറോയിഡ് ക്യാൻസർ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലായി കണ്ടുവരുന്നു. അതിന് മെയിനായിട്ടുള്ള റീസൺ ഇന്നത്തെ സ്ക്രീനിങ് മെത്തേഡ്. ഇപ്പോൾ സാധാരണ സ്ത്രീകൾക്കായാലും പെൺകുട്ടികൾക്കും പ്രായം പൂർത്തിയാകുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയും വളരുകയും ഒരു ഗോയിറ്ററസ് ടെൻഡൻസി വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇവിടെ നെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കുട്ടി പിക്കപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് തൈറോയിഡ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല വശം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ ഇൻസിഡൻസ് കൂടുകയാണെങ്കിലും തൈറോയിഡ് ക്യാൻസറിൻ്റെ മരണനിരക്ക് ഒട്ടും കൂടിയിട്ടില്ല. അതെ, അതല്ല ഇപ്പോൾ ലങ് ക്യാൻസർ ഫീമെയിൽസിൽ കൂടുന്നെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലങ് ക്യാൻസറിൽ ഇപ്പോൾ 6 പേർക്കൊരു അല്ലെങ്കിൽ 5 പേർക്കൊരു 1 ലക്ഷം പേർക്ക് വരുന്നെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ 1 2 പേരെ ആയിരിക്കും. അതേസമയം തൈറോയിഡ് ക്യാൻസർ ഇപ്പോൾ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ 14 പേർക്ക് 1 ലക്ഷം പേർക്ക് 16 പേർക്ക് തൈറോയിഡ് ക്യാൻസർ വരുന്നുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ 14 പേരെ വളരെ ചുരുക്കം നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരും.